ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കൈലാസും പ്രിയനും കൂടി ചേർന്നിട്ട് രുദ്രനെ അടിച്ച് നിലം പതിശാക്കാണ്. അങ്ങനെ വലി മത്സരത്തിൽ നമ്മുടെ പ്രിയനും കൂട്ടുകാരുമായിട്ടോ ജയിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്. രുദ്രനാണെങ്കിൽ ആകെ നാണക്കേട് പോലെ തോന്നും കേട്ടോ. പക്ഷെ നാണക്കേട് സാരില്ല, ഇനിയും മത്സരങ്ങൾ ഒരുപാടുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ജയിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് രുദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രിയനും കൈലാസിനൊക്കെ ഭയങ്കര സന്തോഷമാണ്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. പക്ഷെ ആ സമയത്തല്ല നമ്മുടെ മുക്തമ്മയുടെ ശ്രദ്ധിച്ചത് കൈലാസിന്റെ കയ്യില് ആ ഒരു മുറിവ് പറ്റിയ പാടാണ്. കാരണം വടം വലിക്കുമ്പോൾ കൈയും കാലൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ കൈ പൊട്ടിയത് ആലോചിച്ചിട്ട് മുക്തക്ക് ഒരു മുക്തയല്ല, നമ്മുടെ ഭൂമികക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ. അങ്ങനെ പ്രിയന്റെ കൈ നമ്മുടെ പാർവതി നോക്കുന്നുണ്ട്. അയ്യോ, പ്രിയന്റെ കൈയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടല്ലോ. ഓ, വടം വലിലൊക്കെ അത് സാധാരണയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് 2 ദിവസം നീരിലുണ്ടാവും. അയ്യോ, ഭക്ഷണമൊക്കെ അപ്പൊ എങ്ങനെ കഴിക്കും? അത് ടീസ്പൂൺ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തായാലും വടം വലി ജയിച്ചല്ലോ, രുദ്രന്റെ അഹങ്കാരം അങ്ങ് കുറഞ്ഞു കിട്ടിയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം കൈലാസം പറയുന്നുണ്ട്, അതെ അതെ, കൈ പൊട്ടിയാലും കുഴപ്പമില്ല, ജയിച്ചല്ലോ എന്ന് പറയുമ്പോ ഭൂമിക മേഡം നമ്മുടെ കൈലാസിന്റെ കൈ തന്നെ നോക്കിക്കൊണ്ടിരിക്കട്ടോ. ഈശ്വരന്റെ മോന്റെ കൈ പൊട്ടിയല്ലോ. നമ്മുടെ കൈ പൊട്ടിയത് കൈലാസിന്റെ ആണെങ്കിലും ചോര പൊടിഞ്ഞത് ഭൂമിക മേഡത്തിന്റെ മനസ്സിൽ ഹൃദയത്തിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ ഭൂമികക്കാണെങ്കിൽ ഒരു സമാധാനം, ആകെ വിഷമിച്ചിരിക്കുക. പാർവതി ചോദിക്കേണ്ട, അല്ല മേഡം എന്താ ആകെ വിഷമിച്ചിരിക്കുന്ന പോലെ? വടംവലി ജയിക്കണ വരെ മേഡത്തിന് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ, ജയിച്ചു കഴിഞ്ഞപ്പോ മേഡത്തിന്റെ മുഖത്ത് എന്തു പറ്റി, വല്ലാത്ത വിഷമം പോലെ, എന്തു പറ്റി മേഡം എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല, വടം വലിച്ചിട്ട് അവരുടെ കൈയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ടല്ലോ, അത് ആലോചിച്ചിട്ടാണ്. ഓ അതാണോ? അത് ഞാനും വിചാരിച്ചു. അത് സാരില്ല മേഡം, എന്റെ അച്ഛന്റെ കയ്യിൽ മരുന്നുണ്ട്, അത് തേച്ച 2 ദിവസം കൊണ്ട് തന്നെ മാറും. അങ്ങനെ പാർവതി ആണെങ്കിൽ മരുന്ന് പ്രിയനും അതുപോലെ തന്നെ കൈലാസിനും എല്ലാവർക്കും മരുന്നൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രിയൻ പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് ഇതാവുന്നുണ്ട്. കാരണം വെച്ചാൽ പ്രിയൻ അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷെ കൈലാസം അങ്ങനെയല്ല, ഇങ്ങനത്തെ വേദനയോ മുറിവോ അങ്ങനെ തന്നെ പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റിയെങ്കിൽ തന്നെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഓടുന്ന ആളാണല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും നിൽക്കാതെ നമ്മുടെ കൈലാസിന് ആദ്യമായിട്ടാണ് അങ്ങനെ. അപ്പൊ കൈലാസിന്റെ കൈ നല്ല വേദനിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, കാലൊക്കെ ഭയങ്കര വേദനയാട്ടോ. അപ്പൊ ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൈലാസ് നല്ല വേദനയുണ്ടോ? ആ സത്യം പറയാലോ, നല്ല അധികം വേദനയുണ്ട് എന്ന് പറയാണ്. ശരീരമൊക്കെ ആകെ വേദന പോലെ. കൈലാസനെ കുളിക്കാൻ വേണ്ടി ചൂടുള്ള എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ഓ സാരില്ല, ഇനിയിപ്പോ കുളിക്കലൊന്നും നടക്കില്ല, കൈക്കൊന്നും വയ്യല്ലോ എന്ന് പറയാണ്. അയ്യോ, അച്ഛനെ വിളിക്കണം എന്തൊരു സഹായത്തിന്? കുഴപ്പമൊന്നുമില്ലെന്നേ, വലിയ പ്രശ്നമൊന്നുമില്ല, കൈയുടെ വേദന നേരത്തെക്കാളും ഇപ്പൊ ഇത്തിരി കുറവുണ്ട്, ആ മരുന്ന് തേച്ചില്ലേ അപ്പൊ ഇച്ചിരി കുറവുണ്ട്, എന്നാലും ചൂട് പിടിക്കെങ്കിൽ കുറയും സർ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും ഭൂമികമ്മയുടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ലക്ഷ്മി, അല്ല കൈലാസ് സാറിന്റെ വേദന എങ്ങനെയുണ്ടെന്ന് ചോദിക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോ കൈലാസെ വേദന എങ്ങനെയുണ്ട്? ചെറിയൊരു വേദനയുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല മേഡം എന്ന് പറയാണ്. ആ സമയത്ത് നോക്കട്ടെ, കൈ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭൂമിക കൈലാസിന്റെ 2 കൈയും മാറി മാറി നോക്കാണ്. പെട്ടെന്ന് നോക്കുമ്പോ കൈ രണ്ടും ഇങ്ങനെ ചുവന്ന് തടിച്ചിങ്ങനെ നിൽക്കുവാട്ടോ. അത് കാണുമ്പോഴേക്കും ഭൂമിക പറയുന്നുണ്ട്, അയ്യോ ഇത് ചെറിയ മുറിവൊന്നുമില്ലല്ലോ, അധികം വലിയ മുറിവാണല്ലോ സംഭവിച്ചേക്കണ. അയ്യോ മേഡം അത് കുഴപ്പമൊന്നുമില്ല, ഇനി മേഡം കൂടി പറഞ്ഞു ഇവരെയൊന്നും പേടിപ്പിക്കല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ കൈലാസ്, നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കണ്ണിങ്ങനെ നിറയുവാട്ടോ. അപ്പൊ കൈലാസം ചോദിക്കട്ടെ, അയ്യോ മേഡം ഇത്ര പാവാണോ? ഓ മറ്റുള്ളവരുടെ വേദനയിൽ ഇങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരൊക്കെ വളരെ പഞ്ചപാവങ്ങളായിരിക്കും. എനിക്ക് മുറിവ് പറ്റിയപ്പോ ഞാൻ പോലും ഇങ്ങനെ വിഷമിച്ചില്ല, പക്ഷെ മേഡം ഇങ്ങനെ വിഷമിക്കണം കാണുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. സത്യം പറഞ്ഞ ഈ മുറിവ് കണ്ട എന്റെ മമ്മി പോലും വിഷമിക്കുമെന്ന്, ഇതുപോലെ വിഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഭൂമിക പെട്ടെന്ന് തന്നെ കൈലാസിന്റെ മുഖത്തേക്ക് നോക്കാട്ടോ. എന്തു പറ്റി മേഡത്തിന് എന്തു പറ്റി, എന്താ ഇത്ര വിഷമിച്ചത്? ഒന്നുമില്ല, നിങ്ങളുടെയൊക്കെ കൈ മുറിയുമ്പോഴേ എനിക്ക് എന്റെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ, വല്ലാത്തൊരു വിഷമം പോലെ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണല്ലോ, അത് സാരില്ല മേഡം, നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു മുറിവായത്. എന്തായാലും പാർവതിക്കും ഫാമിലിക്കും സന്തോഷമായിട്ടുണ്ട്, കാരണം രുദ്രന്റെ അഹങ്കാരം ഒന്ന് കുറഞ്ഞല്ലോ. എന്തായിരുന്നു അവന്റെ ഒരു അഹങ്കാരം? ഇത്രയും വർഷമായിട്ട് അവനാണ് വടംവലി ജയിക്കണെന്നും അവനാണ് ഏറ്റവും ബലവാനെന്നൊക്കെ പറഞ്ഞിട്ട് പുഷ്പം പോലെയല്ലേ അവനെ നിലത്തേക്ക് ഇട്ടത്. സത്യം പറഞ്ഞ ഞാനല്ലോ കേട്ടോ, പ്രിയനാണ് ഏറ്റവും കൂടുതൽ അതിന് ഹാർഡ് വർക്ക് ചെയ്തത്. അല്ല പ്രിയൻ എവിടെ? പ്രിയൻ അപ്പുറത്തുണ്ട്. അല്ല പ്രിയന്റെ കൈ ശ്രദ്ധിച്ചായിരുന്നോ? ആ മുറിവ് കൈലാസിന്റെ കയ്യിലെ പോലത്തെ മുറിവ് തന്നെ പ്രിയനെ ഉണ്ട് എന്ന് പറയണം. പക്ഷെ കൈലാസ് വേദനയൊക്കെ നന്നായിട്ടുണ്ടല്ലേ? ആ ചെറിയ വേദന ഉണ്ട് മേഡം, ഞാൻ വെള്ളം ചൂട് പിടിപ്പിച്ചു തരട്ടെ? അയ്യോ വേണ്ട മേഡം, അത് കുഴപ്പമൊന്നുമില്ല, പാർവതിയുടെ അച്ഛൻ ഇപ്പൊ വരും. അത് സാരില്ല, ഞാൻ പിടിച്ചുതരാം ചൂട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിക മേഡം ചൂടുള്ളൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പൊ കൈലാസ് ഇങ്ങനെ തിരിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പൊ കൈലാസിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ പാട്ടൊക്കെ മനസ്സിൽ വരുന്നുണ്ട് ഭൂമികയുടെ. തന്റെ കുഞ്ഞിന്റെ ഒരു മുഖവും അതുപോലെ തന്നെ കൈലാസിനെ നോക്കുമ്പോൾ പല വിഷമങ്ങളും ഒക്കെ തന്നെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഭൂമിക മേഡം ഇങ്ങനെ ചൂടൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ.
അതിനുശേഷം ലക്ഷ്മി പോയിട്ട് ഈ കാര്യം പാർവതിയെടുത്തും അമ്മയടുത്തും പറയണ്ട്. കൈലാസ് സാറിന്റെ കയ്യിലെ മുറിവ് കണ്ടപ്പോഴേക്കും ഭൂമിക മേഡത്തിന് ഭയങ്കര വിഷമമായി, കണ്ണൊക്കെ നിറഞ്ഞു എന്ന് പറയാണ്. ആ സമയത്ത് പാർവതി പറയുന്നുണ്ട്, ഒന്നും പറയണ്ട ചേച്ചി, ഭൂമിക മേഡത്തിന് വല്ലാത്തൊരു അടുപ്പമാണ് കൈലാസാനടുത്ത്. എന്തോ സത്യം പറഞ്ഞാൽ അമ്മയും മകനാണെന്ന് വരെ തോന്നും എന്ന് പറയുമ്പോ അമ്മ പറയുന്നുണ്ട് കേട്ടോ പാർവതിര. അതെ അതെ, അവർ തമ്മിൽ ചെറിയൊരു ചായ പോലും ഉണ്ട്, ചെറിയൊരു മുഖച്ചായ പോലും. എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം കണ്ടാലേ അമ്മയും മോനാണെന്നേ പറയുള്ളൂ. സത്യം പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ അവര് എന്നോട് ചോദിക്കുകയാണ്, ഭൂമിക മേഡത്തിന്റെ മകനാണോ കൈലാസ് എന്ന് വരെ ചോദിച്ചു എന്നിങ്ങനെ പറയാണ്. അപ്പൊ നമ്മുടെ ഭൂമിക മേഡം ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഭൂമിക മേഡത്തിന് അപ്പൊ വല്ലാത്തൊരു വിഷമവും സങ്കടവും, തന്റെ മകൻ തന്നെയാണല്ലോ, പക്ഷെ തനിക്കിത് പറയാൻ സാധിക്കുന്നില്ല, തന്റെ മകനെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുള്ള വിഷമമാണ് ഭൂമിക മേഡത്തിന്. അപ്പൊ രാത്രി ഒന്നും തന്നെ ഭൂമിക മേഡം ഉറങ്ങുന്നില്ല. പാർവതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മേഡം, എന്താ ഉറങ്ങാത്തത് മേഡം, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കണം. സത്യം എന്നോട് പറ മേഡം, എന്താ കാര്യം, കൈലാസ് സാറിന്റെ പ്രിയഞ്ചേട്ടന്റെ ഒക്കെ കൈ മുറിഞ്ഞത് തന്നെയാണോ, അതോ മേഡത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ, വീട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടോ, ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അയ്യോ മോളെ, ഇവിടെ ഒരു കുറവില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നപ്പോ തൊട്ടൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ പടം വെച്ചിട്ട് പിള്ളേരുടെ കൈയൊക്കെ മുറിഞ്ഞല്ലോ, അത് കണ്ടപ്പോ ഒരു വിഷമമായി, എന്നാൽ കുഴപ്പമൊന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമമൊക്കെ കടിച്ചമർത്താണ് നമ്മുടെ ഭൂമിക മേഡം. അതേസമയം പാർവതിയുടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ ആ പുള്ളിക്കാരനോട്, അത് കണ്ടക്ടറിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ട്, നീയൊക്കെ എന്ത് സാധനമാടാ, ഇത്രയും നല്ലൊരു കുടുംബത്തിൽ ജനിച്ചിട്ട്, ഇത്രയും നല്ലൊരു അച്ഛനും അമ്മയും സ്നേഹം മാത്രം തരുന്ന അച്ഛനും അമ്മയുടെ ജനിച്ചിട്ട് നീയൊക്കെ ഇങ്ങനെ തലതെറിച്ചു പോയല്ലോടാ, പാവം ആ അച്ഛന്റെ അമ്മയുടെ ഒക്കെ അടുത്ത് നീ എങ്ങനെയാണ് ഇങ്ങനെ പറ്റിക്കാൻ തോന്നുന്നത്, നിനക്ക് രണ്ട് സഹോദരങ്ങളല്ലേ ഉള്ളത്, ആ സഹോദരിമാർക്ക് ആരാടെ ഒരു തുണയായിട്ടുള്ളത്, അവരെത്രമാത്രമാണ് ആ രുദ്രൻ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ നാണം കെടുത്തുന്നത്, എന്നിട്ട് ഒരു ഏട്ടനായിട്ട് പോലും നിനക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നില്ലടാ, എന്തിനാടാ നീ ഈ കുടുംബത്തിൽ ഇങ്ങനത്തെ വിഷമമൊക്കെ കൊണ്ട് നിറച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരനും നമ്മുടെ ചേട്ടനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടോ. അപ്പൊ അതിനുശേഷം ചേട്ടൻ ഇങ്ങനെ അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി പോകണ്ട്, ഇപ്പൊ എന്താണ് നിലപാടെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ കൂട്ടുകാരൻ ഇങ്ങനെ ചോദിക്കണ്ടേ, അങ്കിളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ മോനെ എന്ന് പാർവതി അച്ഛൻ ചോദിക്കുമ്പോ, അല്ല ഒരു മോനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ മോനടുത്ത് ക്ഷമിക്കാൻ തയ്യാറാണോ അങ്കിൾ എന്ന് ചോദിക്കുമ്പോ, അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ ചേട്ടൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പാർവതി ചേട്ടൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അച്ഛന്റെ മറുപടി എന്താണെന്ന് അറിയാനായിട്ട്. പാർവതി അച്ഛൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ഇല്ല ഞാൻ അവനോട് ക്ഷമിക്കില്ല, അവൻ ഏതൊക്കെ പുണ്യ നദിയിൽ പോയി കുളിച്ചു വന്നാൽ പോലും ഞാൻ അവനോട് ക്ഷമിക്കില്ല, അത്രമാത്രം വേദന അവൻ എന്റെ ഉള്ളിൽ തന്നു. സത്യം പറയട്ടെ മോനെ, എനിക്ക് രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞല്ലോ, 3 മക്കളാ, ഇതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് സത്യം പറഞ്ഞ മോനെ തന്നെയായിരുന്നു. അതിനുള്ള ശിക്ഷ ദേവി തന്നെയെന്ന് വിചാരിക്കാം, കാരണം അവനാണല്ലോ നാളൊരു സമയത്ത് അനിയത്തിമാരെ എന്നെയും അമ്മേനെയൊക്കെ നോക്കുള്ളൂ. അതുകൊണ്ട് അവനെ ഞങ്ങൾ കുറച്ച് അധികം പരിഗണന കൊടുത്തു. അവനും പെങ്ങന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷെ അവൻ ഇതുപോലത്തെ ഒരു ചതി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അവൻ കാരണം ഈ കുടുംബം ഇങ്ങനെയായത്. എന്റെ ലക്ഷ്മി മോളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിലാണ് എനിക്കിനി പ്രതീക്ഷ. അയാൾ വന്നാൽ മാത്രമേ ഇനി എന്റെ കുടുംബം രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അച്ഛൻ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോണത്. കൂടുതലും ഭൂമിക മേഡത്തിന്റെ കൈലാസിന്റെ ഒരു അമ്മ മകൻ ആ ഒരു ലവിന്റെ ആ ഒരു ഇതും അടുപ്പവും ആ ഒരു സ്നേഹവും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.